വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ വയനാട്ടിലെ എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ഉള്ളത്. കുഞ്ഞോർമ്മകളൊക്കെ പുതുക്കാനായിട്ട് ഞാനും എൻ്റെ സിസ്റ്റേഴ്സുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുവാണേ. ഇവിടെ എവിടെ നോക്കിയാലും പൂക്കളാണ് കേട്ടോ. ഇതൊരു എൻ്റെ മമ്മിയുടെ അനിയത്തി ചെടികളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൻറ്റിക്ക് ഒരു വൈൽഡ് ഗാർഡനാണ് ഉള്ളതെന്ന് എനിക്ക് പറയാമെന്ന് തോന്നും. കാര്യം എവിടെ നോക്കിയാലും പൂക്കളാണ്. എല്ലാത്തിൻ്റെയും പേരുകളൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് ഐറിഷ് ബിനോക്കി എന്ന് പറയുന്ന നമ്മുടെ ഹെലിക്കോണിയയുടെ ഒരു വെറൈറ്റിയാണ്. പിന്നെ അപ്പൂപ്പന്താടി പോലത്തെ ഒരു പൂവ് അവിടെ കാട്ടി നിൽക്കുന്നുണ്ട്. ഈ മരം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇതിൽ ഒരുപാട് കിളികളൊക്കെ വന്ന് കൂട് വെക്കുകയും ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇതൊരു കണിക്കുന്നയുടെ സ്പീഷീസിൽപ്പെട്ട അത്ര ഡാർക്ക് അല്ലാത്തൊരു ഫ്ലവറായത്. ഇവിടെയൊക്കെ കാൻഡിൽ പ്ലാന്റ് എന്ന് പറയും. ഇത് കാൻഡിൽ ഫ്ലവേഴ്സ്. പിന്നെ നമ്മുടെ കോസ്മോസ്. ഞാനും കുറേ അധികം ചെടി ആൻറ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് വയനാട്ടിൽ വരുന്നത്. അപ്പോൾ ആൻറ്റിക്ക് ഞാൻ ഇഷ്ടംപോലെ ചെടികൾ ആൻറ്റിക്കും കൊണ്ടു കൊടുക്കും. ഇവിടുന്ന് ഒരു ലോഡ് ചെടി കൊണ്ടുപോവുകയും ചെയ്യും. ഇത് നമ്മുടെ കമ്മൽ ചെടിയാണ്. ഇത് ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ആൻറ്റിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പോയിൻസെറ്റാണ്. ഇത് ക്രിസ്മസ് ടൈമിലാണ് ഇത് നല്ല പൂക്കളുണ്ടാകുന്നത്. ഇപ്പോൾ ഫെബ്രുവരിയൊക്കെ ആയി, ഇനിയിപ്പോൾ പതിയെ ഇതിൻ്റെ സമയം കഴിയും, പൂക്കളൊന്നും ഇല്ലാണ്ട് നിൽക്കും. പിന്നെ ഡിസംബർ ആകുമ്പോൾ നിറയെ പൂക്കളാവും. ഇത് ബൊഗെയിൻവില്ല. ഇത് ഇവിടെയൊക്കെ അങ്ങ് സർവ്വസാധാരണമായിട്ട് കാണുന്ന റോസാണ് കേട്ടോ. ഇതൊന്നും വലിയ കെയറൊന്നും ഇല്ലാതെ ഇതൊക്കെ വളരുന്നതെന്നുള്ളതാണ് അതിശയം. ഇതൊന്നും ബഡൊന്നും അല്ല കേട്ടോ, ഇവിടുത്തെ നാടൻ ടൈപ്പ് റോസുകളാണ്. ഇതുണ്ടല്ലേ കാന്താരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇത് നമ്മുടെ യുഫോർബിയ ഒരു സമയത്ത് എല്ലാവരും ഡിസ്പോസ് ചെയ്യുമായിരുന്നു, വലിച്ചു കുറച്ച് ദൂരെ കളയണം, ഇതെല്ലാം വിഷമാണ്, പിള്ളേർ വായിലിട്ടാൽ ഇത് മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട്. ഇത് കണ്ടോ ഇതിൻ്റെ ഒരു വലിപ്പം, ഒരു വാവ് എന്ന് പറയാൻ തോന്നത്തില്ലേ. ഇത് ഒരു ബൊഗെയിൻവില്ലയാണ്. ഇത് നമ്മുടെ ശംഖുപുഷ്പം. ഇതിലെ പൂക്കളെല്ലാം പോയിട്ട് ഇതെല്ലാം കായായിട്ട് നിൽക്കുക. ഇത് നമ്മുടെ സൺഫ്ലവറിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ വരുന്ന ചെടിയാണ്. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ്, പക്ഷെ പൂവില്ലാതെ നിൽക്കുക. ഇത് വിൻക. പിന്നെ ഇത് നമ്മുടെ ജമന്തിയുടെ വെറൈറ്റിയാണ്. ഇതെന്തായിരുന്നു? ഇത് എൻ്റെ സിസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. വയസ്സായി കുറച്ച് ഒരു നമുക്ക് ഒന്നും നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ ഇങ്ങനെ ഡള്ളാവുന്ന സമയത്ത് ഞാൻ വന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് കേട്ടോ, എൻ്റെ ആൻറ്റിയുടെ കൂടെയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇത് ബൊഗെയിൻവില്ലയാണ്. ഇതൊരു ജമന്തിയാണ്. ഇതും ബൊഗെയിൻവില്ലയാണ്. വൈറ്റ്. ഇവിടെ എൻ്റെ സിസ്റ്റേഴ്സും ആൻറ്റിയും കൂടെ സംസാരിക്കുന്നതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ആംഗിളിൽ നോക്കിയാലും പൂക്കളാട്ടോ. ഇത് കാക്ടസ് ആണ്. ഇതിവിടെ ഉണ്ടാകുന്ന ഒരു ഓർക്കിഡ്. ഇവിടെ അല്ല, എല്ലായിടത്തും ഉള്ളതാണ്. ഇതൊരു ഹോളി ക്രോസ് എന്ന് നമ്മൾ പറയും. ഇതിനകത്തൊരു ക്രൂശിത രൂപമൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിനെ ഹോളി ക്രോസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡ്രൈ ഫ്ലവറായിട്ടൊക്കെ വെക്കാൻ കൊള്ളാം കേട്ടോ. ഇതൊരു നമ്മുടെ മുരിങ്ങയ്ക്ക പോലെ ഇരിക്കുന്ന ഒരു സ്നേക്ക് പ്ലാന്റാണ്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും കേട്ടോ, നിറയെ പൂക്കും. നമ്മുടെ സൗത്ത് സൈഡിലൊന്നും ഉള്ള പോലെ അല്ല, ഇവിടെ നല്ല പൂക്കളാണ്. ഇവിടെ നോക്കിയാലും പൂക്കളാണ്, കണ്ടില്ലേ? ഈ പൂക്കളൊക്കെ കണ്ടില്ലേ? കണ്ടോ കോളിഫ്ലവറൊക്കെ നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ആൻറ്റി പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഞങ്ങൾ 2-3 ദിവസം ഒരു കുഞ്ഞ് ഷോർട്ട് വെക്കേഷന് വേണ്ടി വന്നേക്കുക. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും.
പിന്നെ 4 പുറത്ത് ഇതൊരു കാറ്റ്സ് ക്ലോ ആണ് ഈ കയറി കിടക്കുന്നത്. ഇതിപ്പോൾ പൂവില്ല, പൂക്കുന്ന സമയത്ത് ഇലയില്ലാതെ മഞ്ഞപ്പൂക്കൾ കാണാം. ഇത് ചന്ദന മരമാണ്. ഇത് നമ്മുടെ പീസ് ലില്ലി. ഇതൊരു പീസ് ലില്ലി. ഇതൊരു പീസ് ലില്ലി. ഇത് നമ്മുടെ ബിഗോണിയാണ്. ഇതെല്ലാം നോട്ട് വിട്ടിട്ട് ഞാൻ വന്നിരിക്കുന്ന ഗൈസ്. ഇതൊക്കെ കുറച്ച് കൊണ്ടുപോകണം. ഇത് പോയിൻസെറ്റയുടെ വേറെ ഒന്നാ. പിന്നെ ആൻറ്റിയുടെ ഓർക്കിഡ്സ് ഒന്നും ഇപ്പോൾ പൂവില്ലാതിരിക്കുക. ഇത് നമ്മുടെ ആൻഡൂറിയമാണ്. എൻ്റെ ആൻഡൂറിയംസ് എല്ലാം പോയിട്ട് ഞാൻ ആൻറ്റിയുടെ ആൻഡൂറിയംസ് ഒക്കെ കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാൽവിയ, ഇത് തെറ്റി സാൽവിയ. ഇത് സ്റ്റെം ബിഗോണിയ. സ്റ്റെം ബിഗോണിയസിനൊക്കെ ഇത്രയും പൂക്കൾ എന്ത് പൂവാണെന്നറിയാവോ? ഇത് കണ്ടോ, ഈ ഒരു ആന്തൂര്യം പ്രായം ചെല്ലുമ്പം ഇങ്ങനെയാവും. കണ്ടോ, ഇത് ബ്രോക്കൺ ഹാർട്ട് പോത്തോസ് ആണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. പണ്ട് നമ്മളിതിനെ ബിസ്ക്കറ്റ് ചെടി എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പേര് മറന്നു. ഇതിന് നല്ലൊരു പേരുണ്ട് കേട്ടോ. ഇത് ആന്തൂര്യം. ഈ ചെടിയൊക്കെ ഞാൻ പുനലൂർ പല വർഷങ്ങളായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതുപോലെയൊന്നും പുനലൂർ ഒരു ഗ്രോത്ത് ഈ ചെടിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇത് പെപ്രോമിയയുടെ ഒരു വെറൈറ്റിയാണ്. അത് സ്പൈഡർ പ്ലാന്റ്. പിന്നെ ഇത് ലെൻറ്റാനയുടെ വൈറ്റാണ്. ഇത് നമ്മുടെ ഈ കട്ടിങ്സ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ മണ്ണിൻ്റെ ഭിത്തികളിൽ കൂടെയൊക്കെ പടർത്താനായിട്ട് ഭയങ്കര നല്ലൊരു സാധനമാണ്. ഇത് ആന്തൂര്യം. ആന്തൂര്യത്തിൻ്റെ കുറേ വെറൈറ്റീസ് ആൻറ്റിയുടെ കയ്യിലുണ്ട് കേട്ടോ. ഓറഞ്ചും പിങ്കും പീച്ചും ഒക്കെ ഉണ്ട്. ഇതൊരു സാൽവിയാണ്. ഇത് നമ്മുടെ പോയിൻസെറ്റാ. പിന്നെ സ്നേക്ക് പ്ലാന്റ്സും ഇത്രയൊന്നും അല്ല കേട്ടോ. ഇനി അങ്ങോട്ട് അകത്തോട്ടൊക്കെ പറമ്പിനകത്തോട്ടൊക്കെ കയറിയാൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഇത് നമ്മുടെ നോർമൽ കൊന്നയല്ല കേട്ടോ. ഇതിന് വേറെ എന്തോ ഒരു പേര് പറയും. ഞാൻ പറഞ്ഞു, ഇതും എൻ്റെ ആൻറ്റിക്ക് ഞാൻ പണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഇഷ്ടം അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.